ക്ഷേത്രങ്ങളും കലകളും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഇനി മലയാളത്തിൽ ചോദിക്കണം. ഇനി ബന്ധം ബില്ലിൽ കലകളായിരുന്നു ക്ഷേത്രം. ഒരു 3-4 ക്ഷേത്ര കലകളുടെ പേര് പറയാം. ഇതുവരെ ഉണ്ടാത്തോണ്ട് ചോദിക്കാം. എന്നോട് പിണങ്ങിയിരിക്കുന്ന ഒരാളുണ്ട്. ആ കുട്ടി പറയും 2-3 ക്ഷേത്ര കലകളുടെ പേര് പറയും. പറയും കഥകളി. അടുത്ത് അതിന്റെ ബൈക്കിലേക്ക് ഒരു കുട്ടി പറയും. അവിടെ തൊട്ടുപുറകിലിരിക്കുന്നതാണെന്ന് ചോദിച്ചു. ഒരു ക്ഷേത്ര കലയുടെ പേര് പറയും. ഞാൻ കാണിച്ചു തരാം. പിന്നെ നേരത്തെ പറഞ്ഞൂടാ, എന്നെ കൊണ്ട് കളിപ്പിക്കണമായിരുന്നു. വേറെ പറയും. ഈ തുള്ളൽ ഉണ്ടാകുന്നതിന് മുമ്പ് വേറെ ഒന്നുണ്ടായിരുന്നില്ല ജിജി, അതെന്തായിരുന്നു? അത് കണ്ടിട്ട് ദേഷ്യം പിടിച്ചിട്ടാണല്ലോ ഉണ്ടായത്. ആർക്കറിയാം? അല്ല, തുള്ളലുണ്ടായത് നമ്പ്യാർക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ടായതാ അല്ലേ? ശ്രീരാമചന്ദ്രൻ അങ്ങനെ കാട്ടിലൂടെ പോകുമ്പോഴേക്കും അരിജനും പറയുന്നത് പരിപാടിയില്ലേ, വാവ് കൊണ്ടിട്ടും അത് കണ്ട് ഉറക്കം വന്നിട്ട് ദേഷ്യം പിടിച്ചിട്ടാണ് നല്ല വേഷം കെട്ടി മൂപ്പര് വന്നിട്ട് ഈ ദുർഘടസ്ഥാനത്ത് വന്നു ചെയ്യിപ്പാൻ എന്തൊട്ടാ സംഗതി ഇല്ലേ? അത് ആരായിരുന്നു? ഒട്ടുമുള്ള കളി കൂത്തല്ലേ, കൂത്ത്. അപ്പൊ അത് ക്ഷേത്രകളിയല്ലേ? ആണോ? യക്ഷഗാനം എത്രയും ഇഷ്ടം പോലെ ഉണ്ട്. നൃത്തം, സംഗീതം കേട്ടിട്ടുണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു അഷ്ടപതി പാട്ട് ഉണ്ടായിരുന്നോ? ഇവിടെ ഗംഭീര പാട്ടുകാരില്ലേ ഇല്ലേ? ഉണ്ടല്ലോ. അങ്ങനെ അഷ്ടപതി പാട്ട് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ആ ഗായകന്റെ പേര് വിളയത് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ആ പാട്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തായിരുന്നു? പ്രേമസ്വരൂപന ആത്മസതീർച്ചന്റെ താൽക്കരൻ കണ്ണീർ പ്രണാമം. കേട്ടോ? ഇതൊക്കെ ക്ഷേത്രത്തിലാണ്. ഇനി എന്തുണ്ട്? ഇഷ്ടം പോലെ എല്ലാം പറയുന്നില്ല. പിന്നെ വായ്പാട്ടില്ല. വായ്പാട്ടെന്ന് പറഞ്ഞാൽ അതിപ്പോ പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പൊ പറഞ്ഞ സംഗതി. പിന്നെ ഈ കർണാടക സംഗീതം എവിടെയാ? ഗുരുവായൂരുണ്ടല്ലോ, നിത്യം ഉണ്ടാവാറില്ലേ? ഏതാ? ഓരോ കാര്യം കർണാടക സംഗീതം അവതരിപ്പിക്കാറില്ലേ? ഇല്ലേ? കർണാടക സംഗീതം മനസ്സിലായോ? സരിഗമ ചേർത്ത് ഇങ്ങനെ പാടുന്നത് എനിക്കത് അറിയില്ല. ഈ പിന്നെ ഏതൊരു സിനിമ ഉണ്ടായിരുന്നു, ഈ കൊടുവള്ളിയിൽ ഷൂട്ട് ചെയ്തത്. സംഗീതമേ അമരസല്ലാപമേ, സംഗീതമേ അമരസല്ലാപമേ, അങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ ഹരിയേട്ട ആ അമ്പലത്തിൽ നിന്നിട്ട് ആദ്യമായിട്ട് നവരാത്രിക്ക് കുട്ടി പാടുന്നൊരു പാട്ടില്ലേ? മറന്നുപോയത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ആ പാട്ടുകാരൻ? എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, മറന്നുപോയതാ. ആർക്കും പറയാം? പെട്ടെന്ന് കാണുമ്പോൾ അപ്പം നടുപടി വേണം. ഹർദിലോ എന്ന് പറയുന്ന സംഭവമില്ലേ? അതേത് പാട്ടായിരുന്നു? നിങ്ങൾ പറഞ്ഞു തരില്ല. ഏതാ? ഹരിയേട്ടാ ചതിച്ചല്ലോ എന്നാ വേണ്ട. അപ്പൊ അതായത് അങ്ങനെയൊക്കെ ഉണ്ട്. മനസ്സിലായോ? അതോ അതിലൊരു പാട്ടാണ് ഈ സംഗീതമേ അമരസല്ലാപമേ. അതന്നെ സ്വരരാഗലിംഗ പ്രവാഹം. ഞാൻ പറഞ്ഞില്ല, ഞാൻ യേശുദാസനെ കേട്ട ഓടി വന്നില്ല. അപ്പൊ അതാണ് കാര്യം. അപ്പൊ ഇതുപോലെ ഈ കലകളെ സംബന്ധിച്ചല്ലാതെ ഇതൊന്നും മറന്നു പോയത്. ഞാൻ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ പ്രാധാന്യം. ഒന്നാമത് പറഞ്ഞെന്താണ്? ഭക്തന്റെ അഭയസ്ഥാനം. രണ്ടാമത് പറഞ്ഞു നാട്ടുകാരെ മൊത്തം കൂട്ടിച്ചേർത്തി നാട്ടിൽ സാഹോദര്യത്തിന്റെ വിത്ത് പാകുന്നു. പിന്നെ പറഞ്ഞു കലകളുടെ സംരക്ഷണ കേന്ദ്രമാണ്. പിന്നെ പറഞ്ഞു ക്ഷേത്രങ്ങളുടെ പേരിൽ നാട് അറിയപ്പെടുന്നു. കുമാരനെല്ലൂർ എല്ലാ നാട്ടിലും പോയി കുമാരനെല്ലൂരാണ് ഞാൻ. ആ കുമാരനെല്ലൂർ ക്ഷേത്രമാണ് ഞാൻ ആധാരം. അതുപോലെ കാരശ്ശേരി ക്ഷേത്രം ഉള്ളതുകൊണ്ടാണ്. കരിയോട്ട് ബലരാമ ക്ഷേത്രത്തിന്റെ പേരിലാണ്. അങ്ങനെ അപ്പൊ മനസ്സിലായല്ലോ. പിന്നെന്താ പറഞ്ഞത്? നാട് പുരോഗതിക്ക് എല്ലാം പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു നിർത്തിയത് കലകളെ കുറിച്ചാണ്. കലകൾ തന്നെ ഒരുപാടുണ്ട്. വാദ്യോപകരണം ഇവിടെ ചെണ്ടനാടൊന്നുണ്ടായിരുന്നോ? ഇന്നുണ്ടായിരുന്നില്ല. കേട്ടില്ലേ? പഞ്ചവാദ്യം തുടങ്ങി മേളങ്ങളെല്ലാം ഇവിടെ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ കലകളെല്ലാം നൃത്തം അതെല്ലാം സംരക്ഷിക്കപ്പെട്ട് വളർന്നു വന്ന പ്രദേശത്തിന്റെ പേരാണ് സ്ഥാപനത്തിന്റെ പേരാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ. ഓക്കെ ആണോ? സമ്മതിച്ചു?